സ്നേഹമുള്ളവരെ, നോമ്പു തുടങ്ങിയുള്ള 35-ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഈ ഞായറാഴ്ചയ്ക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. അടുത്ത ഞായറാഴ്ച ഓശാനയാണ്. ഇന്ന് തുടങ്ങി 15-ാമത്തെ ദിവസം തിരുനാളുകളുടെ തിരുനാളായ ഈസ്റ്റർ ദിനമാണ്. ഇന്നത്തെ ഈ ഞായറാഴ്ചയ്ക്ക് പല പേരുകൾ നൽകാറുണ്ട്, പല അനുഷ്ഠാനങ്ങളും നടത്തി വരുന്നുണ്ട്. ലത്തീൻ സഭയിൽ ഈ ഞായറാഴ്ചയെ പ്രത്യേകമായി കാണുന്നത് അന്നേ ദിവസം ദൈവാലയങ്ങളിലെ എല്ലാ തിരുസ്വരൂപങ്ങളും മറയ്ക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് എങ്ങും പറഞ്ഞിട്ടുള്ളതായി കാണുന്നില്ല. ചില ഐതിഹ്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഒന്നാമത്തേത്, ഇതൊരു അന്ധവിശ്വാസത്തിൽ നിന്ന് ഉണ്ടായതായി പറയപ്പെടുന്നു. ഈശോയുടെ പീഡാനുഭവ സമയത്ത് പത്രോശ്ലീഹ ഓടിപ്പോയതുപോലെ നീതിമാന്മാരും വിശുദ്ധരും കർത്താവിനെ അനുഗമിച്ചവരും ഓടിപ്പോയതിനെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നു. എന്നാൽ ഈ ഭക്താനുഷ്ഠാനം ക്രിസ്തു ശാസ്ത്രപരമായി വിശദീകരിച്ച് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. രണ്ടാമത്തെ കാര്യം, നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് ഉയർപ്പ് തിരുനാളിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ഈശോ മാത്രമാണ് നമ്മുടെ ചിന്തയിലും പ്രവർത്തനങ്ങളിലും നിറഞ്ഞു നിൽക്കേണ്ടതെന്നും കൺമുമ്പിൽ കാണേണ്ടത് ഈശോയും ഈശോയുടെ കുരിശും മാത്രമായിരിക്കണം എന്നൊരു ചിന്ത ഇതിൻ്റെ പിന്നിൽ വിശദീകരിച്ച് നൽകുന്നുണ്ട്. എങ്ങനെയുമാകട്ടെ, ഈ രീതി ലത്തീൻ സഭയിൽ നിന്ന് പോലും ഇല്ലാതായിരിക്കുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. സീറോ മലബാർ സഭയിൽ ഈ ഞായറാഴ്ചയെ 36-ാം ഞായർ എന്നാണ് പറയുക. ഈ 36-ാം ഞായറിൻ്റെ പ്രത്യേകത ഇന്നത്തെ വായനയിൽ നിന്നാണ് നാം മനസ്സിലാക്കുക. സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 10-ാമത്തെ അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, അതായത് നല്ല ഇടയൻ്റെ ഉപമയാണ് എന്ന് പറയുക. ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിക്കുന്ന ഇടയൻ ആരാണ് എന്നും ആ ഇടയൻ്റെ ചുമതലയും ഉത്തരവാദിത്വവും എന്താണ് എന്നിവിടെ പറയുന്നു. ആടുകളുടെ ജീവൻ രക്ഷിക്കാനായിട്ടാണ് ഇടയൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ജീവൻ ബലി കഴിച്ചു പോലും ആടുകളുടെ ജീവൻ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തുള്ളത്. പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഇന്നത്തെ സുവിശേഷത്തിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. ആരാണ് ഇടയൻ? വൈദികരോ വൈദിക മേലധ്യക്ഷന്മാരോ മാത്രമല്ല, ആടുകളുടെ ചുമതലയുള്ളവൻ ആരൊക്കെയോ അവരാണ് ഇടയന്മാർ. അത് വൈദികനാകാം, സന്യാസിയോ സന്യാസിനിയോ ആകാം, മുതിർന്നവരാകാം. ഇടയൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള സമയമാണ് ഇത്. സ്വന്തം ജീവൻ കൊടുത്തും ആടുകളുടെ ജീവൻ നേടാൻ മുതിരേണ്ട സമയമാണിത്. അത് അക്ഷരാർത്ഥത്തിലാകാം, അതിൻ്റെ അർത്ഥമെടുത്തുമാകാം. പ്രാർത്ഥനയിലൂടെ, പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നമുക്ക് ഇടയൻ്റെ ചുമതലകളിലേക്ക് കടന്നു വരാം. നമുക്ക് വീടുകളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുമ്പോൾ നാം അസ്വസ്ഥരാകും. എന്നാൽ വീടില്ലാതെ തെരുവോരങ്ങളിൽ ആയിരിക്കുന്നവരെക്കുറിച്ച് അപ്പോൾ നാം ചിന്തിക്കുന്നുവെങ്കിൽ അതൊരു ഇടയൻ്റെ ചിന്തയാണ്. പകർച്ചവ്യാധികളാൽ വലയുന്നവരെ ശുശ്രൂഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതൊരു ഇടയൻ്റെ ചുമതലയുടെ പൂർത്തീകരണമാകുന്നു. ഈശോയാണ് വലിയ ഇടയൻ, ഈശോയാണ് നല്ല ഇടയൻ. നമുക്ക് അവനെ നോക്കി വേണം നമ്മുടെ ജീവിതത്തെ പഠിക്കുവാൻ. ഈശോ നേരിട്ട് പറഞ്ഞുവല്ലോ, സ്വസഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. ഒരാട് പോലും നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന, ഒരിക്കലും ഒരു വിശ്വാസി പോലും നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ പാദാന്തികത്തിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇടയൻ്റെ ഉത്തരവാദിത്വമാണ് ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. നാം എല്ലാം ഒരു പരിധിവരെ ഇടയന്മാർ തന്നെയാണ്. ജീവൻ പോലും ബലി കഴിച്ച് മറ്റുള്ളവൻ്റെ ജീവന് വില കൊടുത്ത് രക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം. ഈശോ പറഞ്ഞു, മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, സേവിക്കാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവൻ മോചനദ്രവ്യമായി അല്ലെങ്കിൽ മറുവിലയായി
നൽകുവാനുമായിട്ടാണ്. അനേകർക്ക് വേണ്ടി തൻ്റെ ജീവൻ മറുവിലയായി കൊടുക്കുവാൻ ഈശോ വന്നു. അത് ബോധപൂർവമായ പ്രവൃത്തിയായിരുന്നു. ഈശോ മരിക്കാൻ വന്നു നമുക്ക് ജീവൻ ഉണ്ടാകാൻ. ഫുൾട്ടൻ ജഷീൻ ഇങ്ങനെ പറയുന്നു: എല്ലാവരും ജീവിക്കാൻ വന്നപ്പോൾ എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞ് വന്ന ഏക വ്യക്തി ലോകരക്ഷകനായ ഈശോയാണ്. ഈശോ അറിഞ്ഞുകൊണ്ട് സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും വഴി തിരഞ്ഞെടുത്തു. അവൻ സ്വന്തം മരണം ഒരു പരിധിവരെ ചോദിച്ചു വാങ്ങുകയായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. അത് പിതാവിൻ്റെ തിരുവിഷ്ടമായിരുന്നു. അവൻ്റെ മരണം മോചനദ്രവ്യമാണ്. മോചനദ്രവ്യം അവൻ്റെ ജീവനാണ്. അതുകൊണ്ട് ഈശോ മരിച്ചത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത് പോലെ നാം പാപികളായിരുന്നപ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. റോമ 5:9 ഇങ്ങനെ പറയുന്നു: നാം അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടു. റോമ 5:10 നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ്റെ പുത്രൻ്റെ മരണത്താൽ നാം ദൈവവുമായി അനുരഞ്ജനം പ്രാപിച്ചു എന്ന്. പത്രോസ്ലീഹ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു: അവൻ നമ്മുടെ പാപങ്ങൾ തൻ്റെ ശരീരത്തിൽ കുരിശിൽ വഹിച്ചു എന്ന്. ശ്ലീഹ തന്നെ വീണ്ടും 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു: മിശിഹ പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു, നീതി കെട്ടവർക്ക് വേണ്ടി മരിച്ച നീതിമാൻ. ലോകം മുഴുവനും എല്ലാ കാലത്തിലുമുള്ള എല്ലാ മനുഷ്യരുടെയും മോചനദ്രവ്യമായി ഈശോ മിശിഹ തൻ്റെ ജീവൻ നൽകി. അതാണ് നല്ല ഇടയൻ്റെ ഉപമയിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്. നോമ്പിൻ്റെ വലിയ ദിവസങ്ങളിലേക്ക് നാം ഇനി നടന്നെടുക്കുമ്പോൾ ഈശോയാണ് യഥാർത്ഥ മോചനദ്രവ്യം എന്ന് നമ്മെ ഇന്ന ദിവസം ഓർമ്മിപ്പിക്കുന്നു. നീസാൻ മാസം 15-ാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ജെറൂസലം ദൈവാലയത്തിൽ എല്ലാവരുടെയും പാപങ്ങൾ കെട്ടിവെച്ച് ഒരു കുഞ്ഞാടിനെ കൊന്നിരുന്ന പതിവിനെക്കുറിച്ച് നാം വായിച്ചിട്ടുണ്ടല്ലോ. യഥാർത്ഥ കുഞ്ഞാട് ആടും ഇടയനും ആയി തീർന്ന ആ വലിയ ദിവസത്തിലേക്ക് നോക്കിക്കാണാൻ നമ്മെ ഒരുക്കുകയാണ് ഈ 36-ാം ഞായറാഴ്ച. ഇടയൻ ആടായിത്തീരുന്ന ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. ആ ഓർമ്മയിലേക്ക് നമ്മെ നയിക്കുന്നു. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ മിശിഹായിലൂടെ മനുഷ്യകുലത്തിൻ്റെ അന്തിമമായ വീണ്ടെടുപ്പ് പൂർത്തിയാകുന്ന ബലിയാണല്ലോ കാൽവരിയിലെ അവിടുത്തെ അർപ്പണം. ഈശോ മിശിഹായുടെ ഈ ബലി അനന്യവും മറ്റെല്ലാ ബലികളെയും പൂർത്തിയാക്കുന്നതുമാണ്. ആ ബലിയെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന്. ഇനി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ഈശോ മിശിഹായുടെ കുരിശിലെ ബലിയുടെ ആഴത്തിലേക്ക് നാം ചിന്തിക്കും. നല്ല ഇടയൻ ഈശോയാണ്. യഥാർത്ഥ ഇടയൻ ഈശോയാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നു. ഇടയനല്ലാത്തവനും കൂലിക്കാരനുമായവൻ അപകടമുണ്ടാകുമ്പോൾ ആടുകളെ വിട്ട് ഓടിപ്പോകുന്നു. എന്നാൽ ഈശോ അന്നും ഇന്നും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നു. അന്ന് കാൽവരിയിൽ അർപ്പിച്ചെങ്കിൽ ഇന്നാൾ താരയിൽ അർപ്പിക്കുന്നു. ഈ ഉപമയുടെ പശ്ചാത്തലത്തിൽ ഈശോയുടെ രക്ഷാകരമായ ബലി അർപ്പിക്കുന്നയാൾ താരയിൽ നമ്മെ തന്നെ പാപപരിഹാര ബലിയർപ്പിക്കുന്ന ഈശോയോടൊപ്പം ചേർത്തുവെച്ച് ബലിയർപ്പിക്കാൻ, അവിടുത്തെ ഇടയനായി അംഗീകരിക്കാൻ, ആ ഇടയൻ്റെ സ്വരം കേൾക്കുന്ന ആടുകളായി നമുക്ക് തീരാൻ ഇന്നത്തെ
വിശുദ്ധ ബലിയിലും ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം.